പുതുതായി വന്ന താമസക്കാരാണോ? അതെ അതെ. നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്താണോ? നമ്മളെ ആൾക്കാരായി. നിങ്ങളെ നാട് എവിടെയാ? ഞങ്ങളിവിടെ ലോഡ്ജിലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് താമസം മാറിയതാ. എന്നാ ശരി, നമുക്ക് കാണാം. അരി ഇട്ട് പോന്നതാണ്. അരി ഇപ്പൊ വന്ന് തളച്ചുണ്ടാവും. ഞാനും പോട്ടെ, കുട്ടികളിപ്പോ തല്ല് പിടിക്കുന്നുണ്ടാവും. നിനക്കത്ര പിള്ളേരാ? 2 പിള്ളേരാ. വലുത് 4-ലും ചെറുത് 1-ലും. എനിക്കുണ്ട് 2 ഒരു 2 പറഞ്ഞാ ഒരു വാക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എല്ലാവർക്കും അങ്ങനെയാണ്, എനിക്ക് മാത്രമല്ല അങ്ങനെ. ഞാൻ പോവാ. എന്നാ ശരി, ഞാനും പോവാ. ആ, ഞാൻ പോരുന്നുണ്ട്. നിനക്കെന്താ മേടിക്കാവുള്ളേ? എനിക്ക് കുറച്ച് അരിയും ശർക്കരയും വാങ്ങാനുണ്ട്. നിനക്കോ? എനിക്ക് അരി മാത്രമേ ഉള്ളൂ. എന്നാ നമുക്ക് പോവാ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. പണി കഴിഞ്ഞോ? പണി കഴിഞ്ഞു. എന്താ ചൂടില്ലേ? ചൂട് സഹിക്കൂല. എന്താ ലളിതേച്ചി വേണ്ടേ? രാമേട്ട 1 അര കിലോ പഞ്ചസാര തരും, പിന്നെ 6 മുട്ടയും വേണേ. കിലോ അങ്ങോട്ട് അരി ഇങ്ങോട്ട് തന്നാളി. ഇന്റേത് ഇങ്ങോട്ട് കൂട്ടി തന്നാളി. 88 രൂപ. എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടേ ചേട്ടാ? നല്ല വർത്താനം വരാ ചേട്ടാ. ഞാൻ പോട്ടെട്ടോ. ഇതാ നിങ്ങളത് പൈസ. രാമേട്ടാ, 500 ശർക്കരയും 1 കിലോ അരിയും തന്നാളി. അത് 107. ഏടെ ഇത് ചോദിക്കാം. ചേട്ടാ നിങ്ങൾക്ക് എന്താ വേണ്ടേ? 1 കിലോ ഉഴുന്നും 1/4 കിലോ പഞ്ചാരി. 18 രൂപ. അല്ല, ഈ മാസത്തെ കൂടി എത്രയാ? ഒരു 90 എന്നാ. കാരണം എന്താ ഇന്ന് വൈകിയേ? ലളിതത്തെ കാല് കടയിൽ കുറച്ച് പാല് കൊടുക്കണം. ഇന്നത്തെ പൈസ കൂട്ടി നാളെ തരാം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടി ലളിതേ, നീ എന്റെ വീട്ടിക്ക് ഇന്നലെ വന്നില്ലേ? എന്റെ മാല കാണുന്നില്ലല്ലോ. ഞാൻ നിന്റെ വീട്ടിക്ക് വന്നു കരുതി നിന്റെ മാല എടുക്കും ഞാൻ. നീ അങ്ങനെയാണോ എന്നെ വിചാരിച്ചത്? ഇന്നുള്ള ബന്ധം തീർന്നു. പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. അവളോടുള്ള ബന്ധം തന്നെ ഞാൻ തീർത്തു. എന്നിട്ട് നീ എനിക്ക് തരാൻ പറഞ്ഞത് തന്നില്ലല്ലോ. നിങ്ങളെ ബന്ധം ഒഴിവാക്കണയാണ് എൻ്റെ കടമ. എടി പഞ്ചകി, നീ എൻ്റെ ബന്ധം ഒഴിവാക്കിയില്ലേ? അവളായിരുന്നു എൻ്റെ എല്ലാം. നീ ഇത് അനുഭവിക്കും. ഒരു സുഹൃത്തിന്റെ പേരും പറഞ്ഞ് അവൾ പറഞ്ഞതെല്ലാം അനുസരിച്ച് നിന്നപ്പോൾ അവൾക്ക് കിട്ടിയ ആ ഒരു പരിഹാസം കണ്ടോ നിങ്ങൾ? ഇതാണ് ഈ കഥ നിങ്ങൾക്ക് തരുന്ന സന്ദേശം. ആരെയും കൺതുറന്ന് വിശ്വസിക്കുക.